MSC എൽസ 3 കപ്പൽ ദുരന്തത്തിന്റെ ബാക്കി പത്രം. തീരത്തണഞ്ഞ വസ്തുക്കൾ ശേഖരിക്കാൻ നൂറുകണക്കിന് തൊഴിലാളികൾ. ശേഖരിക്കുന്നത് മുത്തുകളോ അതോ അപകടം പിടിച്ച രാസവസ്തുക്കളോ? MSC എൽസ 3 എന്ന ലൈബീരിയൻ കപ്പലാണ് കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് 70.3 കിലോമീറ്റർ അകലെ കടലിൽ മുങ്ങിയത്. വിഴിഞ്ഞം തുറമുഖത്തു നിന്നും പുറപ്പെട്ട കപ്പലാണ് 2025 മെയ് 24 അപകടത്തിൽപ്പെട്ടത്. കപ്പൽ ജീവനക്കാരായ 24 പേരെയും തീരസേനയും നാവികസേനയും ചേർന്ന് അന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് 1227.62 കോടി രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി കെട്ടിവയ്ക്കാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ 133 കോടി മാത്രമേ നൽകാനാകൂ എന്നാണ് കമ്പനിയുടെ മറുപടി. മെയ് 24 മുങ്ങിയ കപ്പൽ ഇപ്പോഴും കടലിനടിയിൽ തന്നെയാണ്. കപ്പൽ കമ്പനിയുടെ വാദത്തിൽ കടൽ അധികാര പരിധി കേരളത്തിൻ്റെതല്ല എന്നതാണ്. കപ്പലിൽ നിന്നുള്ള ഇന്ധന ചോർച്ച വലിയ രീതിയിൽ തന്നെ കടൽ ജീവികളെ ബാധിച്ചിരുന്നു. കപ്പൽ ദുരന്തത്തിന് ശേഷം അപകടകരമായതും അല്ലാത്തതുമായ നിരവധി വസ്തുക്കൾ കടലിൽ വീണിരുന്നു. സമുദ്രജീവികൾക്ക് ഭീഷണിയാകുന്ന രാസവസ്തുക്കളും കടലിൽ വീണതിൽ ഉൾപ്പെടുന്നു. കപ്പലിൽ നിന്ന് തീരത്തണയുന്ന വസ്തുക്കൾ ശേഖരിക്കാനായി നൂറുകണക്കിന് തൊഴിലാളികളെ കപ്പൽ കമ്പനി നേരിട്ട് നിയമിച്ചിട്ടുണ്ട്. മുത്തുപോലെ അവർ ശേഖരിക്കുന്ന വസ്തുക്കൾ അന്വേഷിച്ച് ഞങ്ങൾ കടൽ തീരത്തെത്തി. എനിക്ക് പിന്നിൽ കാണുന്നത് ഇവിടെ കടൽ തീരം വൃത്തിയാക്കുന്നവരോ കക്ക വാരുന്നവരോ ഒന്നുമല്ല. ഇത് നമ്മുടെ 3-4 മാസം മുമ്പ് MSC ഷിപ്പ്, കണ്ടെയ്നർ ഷിപ്പ് മറിഞ്ഞിട്ടുണ്ടായ മെറ്റീരിയൽസ് കടലിൽ വീഴുകയും ആ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതാണ് ഇവരുടെ ജോലി. അത് കപ്പൽ ഉടമസ്ഥർ തന്നെയാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നതും. ഇവർ ഇതിൽ കളക്ട് ചെയ്തിട്ട് അവർക്ക് വൃത്തിയാക്കി അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ മുത്ത് പോലെ, വെള്ള കളറിലുള്ള ഒരു മുത്ത് പോലെയുള്ള ഒരു സാധനമാണ് ഈ കടലിൽ അത് വീഴുന്നത്. നർഡിൽസ് എന്നാണ് അതിനെ ഔദ്യോഗികമായിട്ട് അതിന്റെ ഒരു പേര്. പോളിയെത്തിലിൻ മെറ്റീരിയൽ ആണ്, റോ മെറ്റീരിയൽ ആണ്. ഈ സാധനം ഉപയോഗിച്ചാണ് ചെയറുകളും അതുപോലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുക. ഒരു ചെറിയൊരു മുത്ത് പോലെയുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് കടൽ തീരത്തേക്ക് അടിയുന്നു. അതായത് 20 കിലോ പാക്കറ്റിനുണ്ടായിരുന്ന ആ പാക്കറ്റ് പൊട്ടിയപ്പോൾ അത് കടലിൽ സ്പ്രെഡ് ആവുകയും ആ കടലിൽ നിന്ന് അത് തീരത്തേക്ക് വരികയും ചെയ്യുകയാണ്. തീരത്ത് വന്ന് അത് കടൽ തീരത്ത് അടിയുന്നു. കപ്പലിലെ ടീം തന്നെ നിയമിച്ച തൊഴിലാളികൾ ഇത് തീരത്ത് നിന്ന് കളക്ട് ചെയ്ത് വൃത്തിയാക്കി അവർക്ക് തന്നെ വീണ്ടും അയച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടലിൽ വീണ ഈ നർഡിൽസ് പാക്കറ്റ് കണക്കിനുള്ളതാണെങ്കിൽ ഒരു 20 കിലോ പാക്കറ്റ് ആണെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. ആ 20 കിലോ പാക്കറ്റ് വരുന്നത് അവർ ശേഖരിച്ച് അയച്ചു കൊടുക്കുന്നുണ്ട്. അതേസമയം ഇത് പാറയിൽ തട്ടി, അതായത് മിക്കവാറും കോവളം അതുപോലെയുള്ള ഏരിയയിൽ കൂടുതലും പാറക്കൂട്ടങ്ങളാണ് കടൽ തീരത്തുള്ളത്. ഈ പാറക്കൂട്ടങ്ങളിൽ തട്ടി പാക്കറ്റ് പൊട്ടിപ്പോവുകയും ആ പാക്കറ്റിലുള്ള നർഡിൽസ്, ഈ പോളിയെത്തിലിൻ സ്പ്രെഡ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് കടലിലെ തിരയിലൂടെ നമ്മുടെ കരയിലേക്ക് എത്തുന്നത്. അതിപ്പോ കൊല്ലം, കന്യാകുമാരി തൊട്ട് കൊല്ലം വരെയുള്ള എല്ലാ ഏകദേശം തീരത്തും ഇത് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പൊ തീരങ്ങളിൽ അടിയുന്നതിനനുസരിച്ച് ഇവരുടെ ഈ നൂറുകണക്കിന് ജോലിക്കാർ തീരത്ത് വന്ന് അവരത് കോരിയെടുത്ത്, മണ്ണോടുകൂടി കോരിയെടുത്ത് ഒരു കൊട്ടയിലിട്ട് ആ കൊട്ടയിൽ നിന്ന് വീണ്ടും കഴുകി വൃത്തിയാക്കി അത് കമ്പനിക്ക് കൊടുക്കുന്ന പ്രോസസ്സിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനത്തെ ഒരു മണി പോലും ബാക്കിയാക്കാതെ ഇതെല്ലാം ഇവിടെ നിന്നും എടുത്ത് മാറ്റും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. തീരത്ത് അടിഞ്ഞിരിക്കുന്ന മുത്തുകളില്, അതായത് ഈ നർഡിൽസ് ആദ്യം, അതായത് കപ്പൽ മറിഞ്ഞ ആ സമയത്ത് ഇത് കളക്ട് ചെയ്യുമ്പോൾ അവർക്ക് 2000-3000 കിലോ ഒക്കെ കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് 50 കിലോ 60 കിലോ ആ ലെവലിലേക്ക് കുറയാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് കന്യാകുമാരി ഭാഗത്തേക്ക് അതിപ്പോൾ 5 കിലോ മാത്രമായി ലഭിക്കുന്നത്. 5 കിലോയാണ്. അതിനു മുമ്പ് ബാക്കിയെല്ലാം അവർ കളക്ട് ചെയ്ത് അയച്ചു കൊടുത്തിട്ടുമുണ്ട്. കപ്പൽ ദുരന്തത്തിൽ കടലിൽ അകപ്പെട്ട വസ്തുക്കൾ ശേഖരിക്കുന്നത് നല്ലതു തന്നെയാണ്. എന്നാൽ ശേഖരിക്കുന്ന വസ്തുക്കൾ അവർക്ക് ഉപകാരപ്രദമായത് മാത്രമാണോ എന്ന സംശയം ബാക്കിയാവുന്നു.
എങ്കിൽ അത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് KR.